അങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് ഓരോരോ ഡിഷസ് ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുവയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിക്കുമ്പോൾ തന്നെ ഒരു കറുമുറു ഫീലിംഗ് നമുക്ക് കിട്ടണം. പക്ഷെ ഇതിന് അത്ര കറുമുറു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഇനി പോർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മസാല എല്ലാം കിഡിലായിരുന്നെങ്കിലും പോർക്ക് ഇത്തിരി ഹാർഡായിട്ട് തോന്നി. പക്ഷെ എന്റെ പൊന്നു സാറ, ഈ ബീഫ് ഉണ്ടല്ലോ, കിടിലം ബീഫ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരാം. അത് ആ കപ്പയുടെ കൂടെ കഴിക്കാണ്ടല്ലോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. 2 പ്രാവശ്യം ഞങ്ങൾ ബീഫ് ഓർഡർ ചെയ്തു, അത്ര കിടിലായിരുന്നു. പിന്നെ കഴിച്ചു നോക്കിയ കൂന്തളും വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. നേരത്തെ കാണിച്ച ബീഫും ഈ കൂന്തളും നിങ്ങൾ ഇവിടെ വന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞണ്ട് സാറിന്റെ അടുത്ത് ഇത്തിരി മൽപ്പിടുത്തം നടത്താണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ മാംസം കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തിരി മൽപ്പിടുത്തം നടത്തിയാലും ആ മാംസം കിട്ടുമ്പോൾ നമുക്ക് നേരത്തെ നടത്തിയ മൽപ്പിടുത്തത്തിന്റെ വിഷമമൊക്കെ മാറി കിട്ടും. അതുപോരാണ്ട് ഇവിടെ ഒരു വെള്ള നിറത്തിലൊരു പാനീയം കിട്ടും, കള്ളുന്നോ മറ്റോ ആണ് അതിന്റെ പേര്. അപ്പൊ അത് വേണ്ടവർക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ചാലക്കുടി കൂടപ്പുഴ ഇറക്കത്തുള്ള 10 സെൻസ് എന്ന് പറഞ്ഞ കടയെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് യുവർ ഫുഡി സൂപ്പർമാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.